മസ്ജിദുൽ ഹറമിന്റെ കാര്യകർത്താവും ഇമാമിയങ്ങളിൽ ഇമാമുമായ അബ്ദുറഹ്മാൻ ഇബ്നു സുദൈസ് അദ്ദേഹത്തിന്റെ കുത്തുബയിൽ ഒരു കാര്യം നമ്മോട് ഉണർത്തുന്നുണ്ട്. മാതാപിതാക്കളുടെ പ്രാർത്ഥന ശ്രദ്ധിക്കണേ. അത് ശാപവാക്കാണെങ്കിലും അല്ലാതെയാണെങ്കിലും അല്ലാഹു തആല അതിന് ഉത്തരം നൽകുമെന്നാണ്. അദ്ദേഹം അതിന് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. മക്കയിലെ തന്നെ ഒരു അറബി പയ്യനും അവന്റെ ഉമ്മയും. ആ പയ്യൻ നല്ല വികൃതിയായിരുന്നു. അവന്റെ കൂട്ടുകാരുടെ ഇടയിലും നാട്ടുകാരുടെ ഇടയിലും ആ വികൃതി പയ്യനെ ഒന്ന് മെരുക്കിയെടുക്കാൻ അവന്റെ ഉമ്മ നന്നേ പാടുപെട്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ അറബി പയ്യന്റെ വീട്ടില് കുറച്ച് അതിഥികൾ വരികയാണ്. ആ അതിഥികൾ വരുന്ന ദിവസം അവന്റെ ഉമ്മ കുറച്ച് ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭക്ഷണത്തിലേക്ക് ഈ മകൻ മണ്ണ് വാരിയിടുകയാണ്. ആ മണ്ണ് വാരിയിടുന്ന സന്ദർഭത്തില് അവന്റെ ഉമ്മ അവനെ ആ ദേഷ്യത്തിന്റെ പുറത്ത് ശപിക്കുന്നുണ്ട്. ആ ശാപം ഹൈറുവാക്കായിട്ടാണ് അവര് സംസാരിച്ചിരിക്കുന്നത്. നീ മക്കത്തെ ഇമാമായി പോട്ടട എന്നാണ് ആ ശാപവാക്ക്. എന്നിട്ട് അദ്ദേഹം തുടരുന്നു. വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് അദ്ദേഹം കുത്തുബ പൂർത്തീകരിക്കുന്നത്. ആ മകനാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ കുത്തുബ പറയുന്ന അബ്ദുറഹ്മാൻ ഇബ്നു സുദൈസ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം കുത്തുബ പൂർത്തീകരിക്കുന്നത്. ആ ഉമ്മയുടെ ആറ്റിറ്റ്യൂഡ് നമുക്കും മാതൃകയാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് നല്ല ദേഷ്യം വരുമ്പോൾ പറയുന്ന നല്ല വാക്കുകൾ പോലും ജിഹാദാണ്. നമ്മുടെ മക്കളെ ശാപവാക്കുകൾ കൊണ്ട് പൊതിയാതെ ആ ശാപവാക്കുകൾ ഹൈറിൽ ആക്കുക.